നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിസന്ധി തീരും വരെ നാട്ടിലുള്ളവർക്ക് സൗദിയിലേക്ക് പ്രവേശനമുണ്ടാകില്ലെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അറിയിച്ചു. സൗദിയിൽ കോവിഡ് കേസുകൾ നിയന്ത്രണ വിധേയമാകും വരെ കാത്തിരിക്കണം. ഇതിനുശേഷം മാത്രമേ വിദേശത്തുള്ള റീഎൻട്രി വിസക്കാർക്ക് മടങ്ങിവരാൻ അനുമതി നൽകൂ. മടങ്ങിവരാനുള്ള സമയമാകുമ്പോൾ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. വരും ദിവസങ്ങളിൽ റീഎൻട്രി വിസ നീട്ടാനുള്ള നടപടിയും മന്ത്രാലയം പ്രഖ്യാപിക്കും. ഇതോടെ നാട്ടിൽ പോയി റീഎൻട്രി നീട്ടാനാകാതെ കുടുങ്ങിയവർക്കും മടങ്ങാൻ അവസരമുണ്ടാകും. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വരെ കാത്തിരിക്കണമെന്നും ജവാസാത്ത് വിഭാഗം ട്വിറ്ററിൽ അറിയിച്ചു. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് സൗദിയിൽ നിന്നും നാട്ടിലേക്ക് പോയ ശേഷം അന്താരാഷ്ട്ര വിമാന സർവീസ് റദ്ദാക്കിയതോടെ കുടുങ്ങിയത്. അതേസമയം ഇന്നലത്തെ കണക്കനുസരിച്ച് സൗദിയിൽ 3139 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ 4710 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ പേർ സുഖം പ്രാപിച്ച ദിവസം കൂടിയാണത്. അതേസമയം 39 മരണം രേഖപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഇതോടെ രാജ്യത്ത് ആകെ രോഗബാധിതർ 1,64,144 മരണം 1346 ഉയർന്നു. പുതിയ ശീലവും ജാഗ്രതയുമാണ് രോഗബാധിതരുടെ എണ്ണം കുറയ്ക്കുന്നതിന് സഹായകമാകുന്നത്. പള്ളിയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തുന്നു, തിരക്ക് ഒഴിവാക്കുന്നു, ടാക്സികളിൽ പിൻസീറ്റിൽ മാത്രം യാത്ര ചെയ്യുന്നു, ഓൺലൈൻ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു, മുതിർന്നവരും കുട്ടികളും പുറത്തിറങ്ങാതിരിക്കുന്നു തുടങ്ങിയ ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയിരിക്കുകയാണിപ്പോൾ. സാമൂഹിക അകലമാണ് ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗമെന്നും അധികൃതർ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.